ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ മകീരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. മകീരം നക്ഷത്രത്തിൽ ജനിച്ചവരെ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും ഈശ്വരവിശ്വാസികളും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. കൂടാതെ അഭിമാനശീലരും വ്യക്തി സ്വാതന്ത്ര്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർ ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സത്യസന്ധമായിട്ടും ബുദ്ധിപരമായിട്ടും പരിശ്രമിക്കുന്നവരാണ്. എന്നാലോ എല്ലാവരോടും ആത്മബന്ധം പുലർത്തുന്നവരും സഹായ മനസ്ഥിതിയുള്ള ഈ മകീരം നക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഏതൊരു വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കാര്യം ഇവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്നതുവരെ ഒരു സമാധാനവും ഇവർക്കുണ്ടാകാറില്ല. എന്നാലോ താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും അവഗണനയോ ശത്രുതയോ ഉണ്ടായാൽ പിന്നെ കുറേ സമയം ദുഃഖിക്കുന്ന പ്രകൃതവും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട്. ചില സമയങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുമെങ്കിലും ശത്രുതയോ വൈരാഗ്യമോ കാണിക്കാറില്ല. എന്നാലോ കുറച്ചു കാലം ആ വിഷമതകളെ തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുമെങ്കിലും പുറത്ത് ആരോടും പറയുന്നവരല്ല ഈ നക്ഷത്രക്കാർ. ഉയർച്ചയും താഴ്ചയും ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് കാണാമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള വിഷമതകളെ ആരോടും തന്നെ പറയാതെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് സ്വന്തം പരിശ്രമം കൊണ്ട് വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ഈ മകീരം നക്ഷത്രക്കാർ തൻ്റെ മനസ്സിലുള്ളതായ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ളതായ ബുദ്ധിയും മനോബലവും ഉള്ളവരാണ്. ദൈനംദിന ജീവിതത്തിലെ ഐശ്വര്യവും അഭിവൃദ്ധിയും ശ്രേയസ്സും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഭഗവാന് പാലഭിഷേകവും പഞ്ചാമൃത നിവേദ്യവും ഷഷ്ഠീവ്രതവും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇടവം രാശിയിലാണെങ്കിൽ 30 നാഴികയും മിഥുനം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം. അതിൽ ഇടവം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്ക് ഈ 2026 പുതുവർഷത്തിൽ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരൻ്റെ ലാഭസ്ഥാനത്തെ സ്ഥിതിയും കർമ്മസ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റെ അനുകൂല സ്ഥിതിയും മൂലം ഇടവം രാശിയിൽ ജനിച്ച ഈ മകീരം നക്ഷത്രക്കാർക്ക് എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ നിലനിന്നിരുന്നതായ മനോവിഷമതകളിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും മാനസികമായിട്ടുള്ള ഉണർവും മനസ്സമാധാനവും കിട്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സന്തോഷവും സമാധാനവും കിട്ടുന്നതായിട്ടൊരു സമയമാണ്.
കുടുംബപരമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബസമേതം യാത്രകൾക്ക് അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. ഇനി തൊഴിൽ മേഖലകളിലാണെങ്കിൽ പുതിയ പുതിയ അവസരങ്ങൾ കിട്ടുകയും കർമ്മപരമായിട്ട് പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ്. കുറേയധികം ജോലികളെ സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പാലഭിഷേകം ചെയ്യുന്നതും രുദ്രസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ നല്ലതാണ്. മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ 2026 പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യപരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചാരം തുടങ്ങുന്നതും പിന്നീട് ഈ വ്യാഴം 3-ാം ഭാവത്തിലും പിന്നീട് 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും രാഹു കേതുക്കളുടെ അനുകൂല സ്ഥിതി മൂലവും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള മനോവിഷമതകൾക്കെല്ലാം തന്നെ മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും അഭിവൃദ്ധിയും ശ്രേയസ്സും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. പൊതുവേ കുടുംബജീവിതത്തിലാണെങ്കിൽ വളരെയധികം സന്തോഷവും അഭിവൃദ്ധിയും കാണുന്നതായിട്ടൊരു സമയമാണ്. സന്താനങ്ങൾ മൂലം മനസ്സന്തോഷത്തിനും സന്താനങ്ങൾക്ക് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട്. വിശേഷിച്ച് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ഉപരിപഠനത്തിനും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ആരോഗ്യ പരിപാലനത്തിലായാലും ജീവിത അനുഷ്ഠാനങ്ങളിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ അത് വർഷാരംഭത്തിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്.